നിങ്ങൾ സ്വർഗത്തിനും ദൈവത്തിനുമെതിരെ പാപം ചെയ്തിരിക്കുന്നു. നിങ്ങൾ സ്വർഗത്തിൽ വസിക്കുവാൻ അർഹരല്ല. ആയതിനാൽ സ്വർഗത്തിൽ നിന്നും ഞാൻ നിങ്ങളെ പുറത്താക്കുന്നു. അറിയാതെ തെറ്റ് ചെയ്തുപോയ തെറ്റിന് ഞങ്ങൾ അനുതപിക്കുന്നു. പിതാവേ, അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പാപം ചെയ്തവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. അതിനാൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ ചെയ്തുപോയ പാപത്തെ ഓർത്ത് നിങ്ങൾ അനുതപിക്കുന്നതിനാൽ നിങ്ങളുടെ ശിക്ഷയിൽ ഇളവ് നൽകുന്നു. ഇവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന നിങ്ങൾ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ജീവിക്കണം. ഭൂമിയിലെ മനുഷ്യരൂപം പൂണ്ട ദുഷ്ടശക്തികൾക്കെതിരായി പ്രവർത്തിക്കണം. അവിടെ നിങ്ങൾ എന്തെങ്കിലും മഹത്തരമായ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. വീണ്ടും ഒരു അനാഥൻ കൂടി ജനിച്ചിരിക്കുന്നു. ഇവൻ അനാഥൻ. ഇവന് സ്വന്തം എന്ന് പറയാൻ ഇവിടെ ആരുമില്ല. ഒരു പ്രത്യാശയുമില്ലാത്ത ഇവന്റെ ജീവിതം തിന്മശക്തികളായ നമ്മളുടെ കൈകളിലാണ്. കണ്ടറിയാം ഇനി ഇവന്റെ ജീവിതം എന്താകുന്നത്. പിതാവായ ദൈവം പറഞ്ഞതുപോലെ നമ്മളിതാ ഭൂമിയിലെത്തിയിരിക്കുന്നു. അതെ, ഇനി നമ്മൾ തിന്മശക്തികൾക്കെതിരായി ശക്തമായി പ്രവർത്തിക്കണം.
ഇവനൊരിക്കലും അനാഥനല്ല. ഇവന്റെ കാവലായി നമ്മളുണ്ട്. നിന്നെ തേടി ഇപ്പോൾ 2 അമ്മമാർ വരും. അവർ നിന്നെ നോക്കിക്കൊള്ളും. പൊന്നു കുഞ്ഞെ, കരയിലിടവാവേ. കുഞ്ഞെ, നിന്റെ അമ്മമാരാണ് ഞങ്ങൾ. അതെ, ഇനി നിന്റെ അപ്പനും അമ്മയും എല്ലാം ഞങ്ങളാണ്. നീ ഒരിക്കലും അനാഥനല്ല. വായിങ്ങോട്ട്. മതി മതി, പോകാം. ഇവൻ അനാഥൻ, എല്ലായിടത്തും ഒറ്റപ്പെട്ടത്, ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ലാത്തത്. നീ അനാഥനല്ല. നിന്റെ കാവലായി എന്നും ഞങ്ങളുണ്ടാകും. നിന്നെ തിരക്കി ഒരാളിപ്പോൾ വരും. അയാൾ നിന്നെ ആശ്വസിപ്പിക്കും. ജോ, എന്തു പറ്റി? അവരെല്ലാരും പോയി. അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ഒറ്റക്കായി, എനിക്കാരുമില്ല. ആര് പറഞ്ഞു നീ ഒറ്റയ്ക്കാണെന്ന്? നിനക്ക് ഞാനുണ്ട്. ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകരുമുണ്ട്. ഇവിടുത്തെ കുട്ടികളുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്. നിനക്കെല്ലാവരുമുണ്ട്. നീ ഒറ്റക്കല്ല, നീ അനാഥനല്ല. മാഷേ, ഇത്തവണത്തെ കോമ്പറ്റീഷൻ മിക്സ്ഡ് ആയതുകൊണ്ട് അവളുമാര് വരാതെ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാൻ പറ്റില്ല. പക്ഷെ അവളുമാരിപ്പോ വരും. ഡജോ, അന്നിപ്പോ വരും. നിനക്ക് പറയാനുള്ളത് ഇന്ന് തന്നെ പറയണം. അത് വേണ്ട,
അത് ശരിയാവില്ല. എടാ ജോ, നീ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാണ്ട് കാര്യം പറ. ഒരുപാട് ആലോചിച്ചാൽ ഒന്നും നടക്കില്ല. എന്താ, നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഞങ്ങൾ നിങ്ങളെ നോക്കിയിരിക്കായിരുന്നു. ബായ്, നമുക്ക് സമയമില്ല, തുടങ്ങാം. എടാ ജോ, ഇത്തവണയെങ്കിലും നിന്റെ പാട്ടുണ്ടാകോ? എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന. എനിക്ക് വേണ്ടി സംസാരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ലല്ലോ. ഞാൻ അനാഥനല്ലേ. നീ വിഷമിക്കണ്ടടാ, നിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ ഒരു ദിവസം ഉണ്ടാവും. ഡീ അന്ന വാ, സമയം പോകുന്നു. ദാ വരുന്നു. വാ വാ, റെഡി റെഡി. കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. അന്ന, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആടാ, പറഞ്ഞോ. അന്ന, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അന്ന ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ വേണ്ട, ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി. അതല്ലടാ, അത് ശരിയാവില്ല. എൻ്റെ വീട്ടിലാരും സമ്മതിക്കില്ല. നീ ഒരു അനാഥനല്ലേ? ഇവൻ അനാഥൻ, എല്ലായിടത്തും ഒറ്റപ്പെട്ടവൻ, ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ല. നിനക്ക് കാവലായി എന്നും ഞങ്ങളുണ്ടാകും. നിന്നെ ആശ്വസിപ്പിക്കാനുള്ളവർ ഇപ്പോഴെത്തും. എടാ, നീ വിഷമിക്കണ്ട. അവള് നിന്നെ തിരിച്ചറിയുന്നൊരു ദിവസം വരും. ഞങ്ങളുണ്ട് നിന്റെ കൂടെ. നീ അനാഥനല്ല.
നമുക്കിവിടെ മഹത്തരമായൊരു കാര്യം പ്രവർത്തിക്കാനുണ്ട്. അതെ, ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനായി നിരാശനായി നിന്നൊരുവന് നമ്മൾ ഇന്ന് പ്രത്യാശ കൊടുക്കാൻ പോകുന്നു. സ്വർഗസ്ഥനായ പിതാവിന് നമ്മൾ കൊടുത്തുറപ്പും പിതാവായ ദൈവം മനുഷ്യർക്ക് നൽകിയ പ്രത്യാശയും നമ്മൾ നിമിത്തം ഇന്നിവിടെ നിറവേറാൻ പോകുന്നു. അതെ, ജീവിതത്തിൽ ഇന്നേ വരെ അവൻ അനുഭവിച്ച ഒറ്റപ്പെടലിനും വേദനയ്ക്കും പരിഹാരമുണ്ടാകണം. അനാഥത്വം എന്ന മഹാദുഃഖം എന്നേക്കുമായി അവസാനിക്കണം. അത് ഇന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ ഒരുക്കമെന്നോണം ഈ വർഷം നമ്മുടെ ഇടയിൽ നിന്ന് കഴിവുള്ള ഒരു കലാകാരന് ഈ വലിയ വേദിയിൽ പാടുവാൻ അവസരം നൽകുന്നു. ഇത്രയും കാലം പലരും അവനെ ഒഴിവാക്കിയെങ്കിലും ഞാൻ ഇന്ന് അവനൊരവസരം കൊടുക്കുകയാണ്. ജോ, ഇവിടേക്ക് വരിക. ഇന്ന് എല്ലാവരും നിന്നെ തിരിച്ചറിയണം. പാടൂ. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽ കിനാവിൻ്റെ ചെപ്പിൽ വീണുമയങ്ങോമെൻ മുത്തേ, നിന്നെ തഴുകിത്തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മാടി വിളിക്കുന്നു ദൂരെ മായാത്ത സ്നേഹത്തിൻ തീരം, ആരും കൊതിക്കുന്ന തീരം, ആനന്ദപ്പാൽ കടലോരം കാണാതെ കാണും സ്വപ്നം കാണാൻ പോരൂ പോരൂ ചാരേ, മൂവന്തിച്ചിലോലും മുത്തേ. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു.
ഇവനിലുള്ള എൻ്റെ വിശ്വാസം ഇവൻ ഇന്ന് ശക്തമായി ഉറപ്പിച്ചിരിക്കുകയാണ്. ജോ, പറയുവാൻ വാക്കുകളില്ല. ഇവരെല്ലാവരും ഇപ്പോൾ നിനക്ക് ആരെല്ലാമൊക്കെയോ ആണ്, നീ അവർക്കും. ഒരു നിമിഷം നിങ്ങളെല്ലാവരും നിശബ്ദരായിരിക്കുക. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. പ്രത്യാശ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിന് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ ഏക പ്രത്യാശ. ജീവിതത്തിൻ്റെ ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും പ്രതിസന്ധികളിലും ആയിരിക്കുന്നവർക്ക് ദൈവമാണ് ഏക പ്രത്യാശയെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവൾക്ക് നഷ്ടപ്പെട്ട അവളുടെ മകനെ അന്വേഷിച്ചുകൊണ്ടുള്ള പ്രത്യാശയോടെയുള്ള വരവായിരുന്നു ആ അമ്മയുടേത്. കുറച്ചു നേരം അവളുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൾ അന്വേഷിച്ച് നടക്കുന്ന അവളുടെ മകനെ എനിക്ക് കണ്ടുപിടിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇവിടേക്ക് വരിക. നിങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ച് നടന്ന നിങ്ങളുടെ മകൻ ഇവിടെയുണ്ട്. വരിക. ഇതാണ് നീ തിരക്കി നടന്ന നിന്റെ മകൻ. ഇവൻ അനാഥനല്ല. ഇവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യാശയുണ്ട്. കർത്താവിന്റെ അനുഗ്രഹത്താൽ അവന്റെ ജീവിതത്തിൽ പ്രത്യാശ വന്നിരിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതാ സ്വർഗത്തിന്റെ കവാടം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. മഞ്ഞിന്റെ കുളിരിൽ മുന്തിരിത്തളിരിൽ നിലാവുറങ്ങുമ്പോ കാലിത്തൊഴുത്തിൽ പുല്ലി കന്യാകുമാരൻ പിറന്നു.
ശില്പികളെ പൊന്മണിമാല്യം കൊണ്ടുവരൂ. തിരുഹൃദയ പൂവിതളി തിരുമുൽ കാഴ്ച നൽകൂ. La 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 la